ലോകത്ത് സാമ്പത്തിക പ്രതിസന്ധി വന്നാൽ രാജ്യങ്ങൾ സാധാരണ എന്താണ് ചെയ്യുന്നത്? സ്വന്തം സമ്പദ് വ്യവസ്ഥ ഇക്കണോമി ശക്തമാക്കും, കയറ്റുമതി കൂട്ടും, നിക്ഷേപങ്ങൾ ആകർഷിക്കും. പക്ഷേ പാകിസ്ഥാന്റെ കഥ കുറച്ചു വേറെയാണ്. ഒരു വശത്ത് വർഷങ്ങളായിട്ട് ടെററിസം എന്ന ആരോപണങ്ങളുടെ നിഴലുണ്ട്, മറുവശത്ത് IMF വായ്പകൾ, ചൈനയുടെ സഹായം, സൗദിയുടെയും UAEയുടെയും സാമ്പത്തിക പിന്തുണ. ഇതൊന്നും പോരെന്ന് തോന്നിയോ എന്തോ. ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത് അമേരിക്കയുടെ തന്നെ $10 ബില്യൺ, ഏകദേശം 83,000 കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ അടിയന്തര സാമ്പത്തിക സഹായം ചോദിച്ചിരിക്കുന്നു പാകിസ്ഥാൻ. വെറും ഒരു സാധാരണ വായ്പയല്ല ഇത്. എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഫെസിലിറ്റി, അതായത് സ്വന്തം കറൻസിയെയും വിദേശ നാണ്യ ശേഖരത്തെയും താങ്ങി നിർത്താനുള്ള അപൂർവമായ ഒരു US ട്രഷറി സംവിധാനമാണ് പാകിസ്ഥാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ചൈനയിൽ നിന്നും സൗദിയിൽ നിന്നും വായ്പ എടുത്ത് മടുത്ത പാകിസ്ഥാൻ അടുത്തിടെ US-ഇറാൻ സംഘർഷത്തിൽ മധ്യസ്ഥത വഹിച്ചതിന്റെ പേരിൽ അമേരിക്കയിൽ നിന്ന് വലിയൊരു പ്രതിഫലം പ്രതീക്ഷിക്കുകയാണ്. അമേരിക്ക ഇത് അംഗീകരിക്കുമോ? പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥ യഥാർത്ഥത്തിൽ എവിടെ എത്തി നിൽക്കുന്നു നോക്കാം. അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് ആണ് ഈ വാർത്ത ആദ്യമായിട്ട് പുറത്തുവിട്ടത്. പാകിസ്ഥാൻ തങ്ങളുടെ അപേക്ഷ സമർപ്പിച്ചിരിക്കുന്നത് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനാണ്. ബൈലാറ്ററൽ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ സപ്പോർട്ട് ഫെസിലിറ്റി വഴി $10 ബില്യൺ 5 വർഷത്തേക്ക് ലഭ്യമാക്കണമെന്നാണ് പാകിസ്ഥാന്റെ ആവശ്യം. അപ്പോൾ എന്താണ് ഈ ഒരു പണം കൊണ്ട് പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് നോക്കാം. ഒന്ന്, വിദേശ നാണ്യ ശേഖരം ഉയർത്തുക. പാകിസ്ഥാന്റെ വിദേശ നാണ്യ ശേഖരം വളരെ തുച്ഛമാണ്, അതിനെ ശക്തിപ്പെടുത്തുക. 2, രൂപയുടെ മൂല്യം പിടിച്ചു നിർത്തുക. അതായത് പാകിസ്ഥാനി രൂപയുടെ മൂല്യം റെക്കോർഡ് തകർച്ചയിലാണ്. 3, അന്താരാഷ്ട്ര കടത്തിൽ നിന്നുള്ള മോചനം. അന്താരാഷ്ട്ര നാണയനിധിയെയും മറ്റ് വൻകിട ബാങ്കുകളെയും മാത്രം ആശ്രയിക്കുന്ന അവസ്ഥ കുറയ്ക്കുക. US ട്രഷറിയുടെ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫണ്ട് വഴി വളരെ അപൂർവമായി മാത്രമേ മറ്റു രാജ്യങ്ങൾക്ക് ഇത്തരം സഹായങ്ങൾ ലഭിക്കാറുള്ളൂ. സാധാരണയായി US ഫെഡറൽ റിസർവ് ചില സഖ്യരാജ്യങ്ങൾക്ക് നൽകുന്ന പെർമനന്റ് സ്വാപ്പ് ലൈനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കടുത്ത സാമ്പത്തിക ആഘാതമുള്ള രാജ്യങ്ങൾക്കാണ് ഇത് താൽക്കാലികമായിട്ട് നൽകുന്നത്. പക്ഷേ ചോദ്യം ഇതാണ്, അമേരിക്ക പെട്ടെന്ന് പാകിസ്ഥാന് എന്തിനാണ് $10 ബില്യൺ നൽകുന്നത്? ഇതിന് പിന്നിൽ ശക്തമായ ഒരു ജിയോ പൊളിറ്റിക്കൽ കളിയുണ്ട്. അടുത്തിടെ അമേരിക്കയും പല വിധത്തിലുള്ള ആക്രമണങ്ങളിലൂടെ ചൂടുപിടിച്ച ഇസ്രായേൽ-ഇറാൻ യുദ്ധ അന്തരീക്ഷവും നിലനിന്നപ്പോൾ US-നും ഇറാന്റെ ഭരണകൂടത്തിനും ഇടയിൽ മധ്യസ്ഥത വഹിക്കാൻ പാകിസ്ഥാൻ മുന്നോട്ട് വന്നിരുന്നു. ഈ മധ്യസ്ഥത പാകിസ്ഥാന്റെ നയതന്ത്ര പ്രസക്തി വാഷിംഗ്ടണിൽ വർദ്ധിപ്പിച്ചു. ഈ സ്വാധീനം മുതലെടുത്താണ് പാകിസ്ഥാൻ ഇപ്പോൾ ട്രംപ് ഭരണകൂടത്തിന് മുന്നിൽ ഇത്രയും വലിയൊരു സാമ്പത്തിക ആവശ്യം വെച്ചിരിക്കുന്നത്. അതുകൂടാതെ ന്യൂയോർക്കിലെ ചരിത്ര പ്രസിദ്ധമായ റൂസ്വെൽ ഹോട്ടൽ പുനർവികസന പദ്ധതി ഉൾപ്പെടെയുള്ള അമേരിക്കൻ നിക്ഷേപങ്ങളും റെക്കോർഡ് ഖനന പദ്ധതികളിലേക്ക് US എക്സിം ബാങ്കിന്റെ സാമ്പത്തിക സഹായവും ലഭിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ട്. പാകിസ്ഥാൻ സാമ്പത്തികമായി എത്രത്തോളം തകർന്നിരിക്കുകയാണ് എന്ന് കാണിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളൊന്നും നോക്കാം. ഇനി 2023 ഡിഫോൾട്ടിലേക്ക്, അതായത് കടം തിരിച്ചടയ്ക്കാനാകാത്ത അവസ്ഥ, ഇതിലേക്ക് പോകേണ്ടി വന്ന പാകിസ്ഥാനെ IMF നൽകിയ $3 ബില്യൺ പിന്നീട് നൽകിയ $7 ബില്യൺ പാക്കേജുകളാണ് താൽക്കാലികമായിട്ട് രക്ഷിച്ചത്. എന്നാൽ ഇതുകൊണ്ടൊന്നും കാര്യങ്ങൾ ശരിയായില്ല. ചൈന, സൗദി അറേബ്യ, UAE എന്നീ രാജ്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന റോൾ ഓവർ ലോൺസിനെ ആശ്രയിച്ചിട്ടാണ് നിലവിൽ പാകിസ്ഥാൻ മുൻപോട്ട് പോകുന്നത്. രാജ്യത്തെ ക്രെഡിറ്റ് റേറ്റിംഗ് വളരെ താഴെയാണ്. വിദേശ നിക്ഷേപകർ സുരക്ഷാ ആശങ്കകളും സ്ഥിരതയില്ലായ്മയും കാരണം പാകിസ്ഥാനിലേക്ക് വരാൻ മടിക്കുന്നു. ജനങ്ങൾ കടുത്ത പണപ്പെരുപ്പത്തിലും വിലക്കയറ്റത്തിലും വലയുകയാണ്. അമേരിക്ക ഈ $10 ബില്യൺ നൽകുമോ എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ അതിന് വ്യക്തമായ ഉത്തരമില്ല. കാരണം ഇത്തരത്തിൽ അമേരിക്ക ഒരു രാജ്യത്തിന് നേരിട്ട് ഇത്ര വലിയ എക്സ്ചേഞ്ച് സ്റ്റെബിലൈസേഷൻ ഫെസിലിറ്റി, അങ്ങനെ ഒരു ഫണ്ട് നൽകുന്നത് വളരെ അപൂർവമാണ്. കോൺഗ്രസിന്റെയും അമേരിക്കൻ ഭരണകൂടത്തിന്റെയും രാഷ്ട്രീയ നിലപാടുകളും നിർണായകമാകും. അതുകൊണ്ട് ഇത് ഇപ്പോൾ ഒരു റിക്വസ്റ്റ് മാത്രമാണ്, അപ്രൂവൽ ലഭിച്ചിട്ടില്ല. US കോൺഗ്രസിലും ബ്യൂറോക്രസിയിലും പാകിസ്ഥാന്റെ ഈ ആവശ്യത്തിനെതിരെ എതിർപ്പുകൾ ഉയർന്നേക്കാം. കാരണം വായ്പാ തുക തിരിച്ചുപിടിക്കാൻ സാധിക്കുമോ എന്ന സംശയവും, ചൈനയുടെ കടുത്ത സ്വാധീന വലയത്തിലുള്ള പാകിസ്ഥാന് US നികുതി പണം നൽകുന്നത് ശരിയാണോ എന്ന ചോദ്യവും അവിടെയുണ്ട്. എങ്കിലും ദക്ഷിണേഷ്യയിൽ ചൈനയുടെ സ്വാധീനം കുറയ്ക്കാനും മിഡിൽ ഈസ്റ്റ് നയതന്ത്രങ്ങളിൽ പാകിസ്ഥാനെ കൂടെ നിർത്താനും വാഷിംഗ്ടൺ ഈ ഒരു നിർദ്ദേശം ഗൗരവമായി പരിഗണിച്ചേക്കാമെന്ന് സാമ്പത്തിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. ഇനി ഈ ഒരു സഹായം ലഭിച്ചാൽ പാകിസ്ഥാന്റെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് ശക്തമാകും. രൂപയുടെ മൂല്യം സ്ഥിരത നേടാൻ സഹായിക്കും. അന്താരാഷ്ട്ര നിക്ഷേപകരുടെ വിശ്വാസം ഉയരാം. IMF റീഫോം പ്രോഗ്രാം നടപ്പാക്കാൻ കൂടുതൽ സമയം ലഭിക്കും. എന്നാൽ സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് ഒരു കാര്യമാണ്, വായ്പകളും സാമ്പത്തിക സുരക്ഷാ പദ്ധതികളും മാത്രം മതിയാകില്ല. നികുതി പരിഷ്കാരങ്ങൾ, കയറ്റുമതി വർധന, അതുപോലെ വിദേശ നിക്ഷേപം, വ്യവസായ വളർച്ച എന്നിവ ഇല്ലാതെ ദീർഘകാല സ്ഥിരത നേടുക ബുദ്ധിമുട്ടായിരിക്കും. ചുരുക്കത്തിൽ അന്യരാജ്യങ്ങളുടെ വായ്പകൾ കൊണ്ടും താൽക്കാലിക സഹായങ്ങൾ കൊണ്ടും സ്വന്തം രാജ്യത്തെ എത്ര നാൾ തള്ളി നീക്കാൻ സാധിക്കുമെന്ന വലിയൊരു ചോദ്യചിഹ്നത്തിന് മുന്നിലാണ് പാകിസ്ഥാൻ നിൽക്കുന്നത്. അമേരിക്ക ഈ $10 ബില്യൺ അനുവദിച്ചാൽ അത് പാകിസ്ഥാന് താൽക്കാലികമായിട്ടൊരു വലിയ ജീവൻ രക്ഷാ മരുന്നായിരിക്കും. എന്നാൽ അത് ലഭിച്ചില്ല എങ്കിൽ വരും മാസങ്ങളിൽ പാകിസ്ഥാൻ അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വീണ്ടും തള്ളപ്പെടും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.